ഈ അന്തിപ്പാതിരാക്ക് എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ നമ്മുടെ അടുത്തൊരു സ്കൂളിൽ വാർഷികം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ കുട്ടിയുടെ കളി കാണാൻ പോവാണ്. അപ്പോൾ കുട്ടികളൊക്കെ നല്ല അടിപൊളി സിനിമ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് പഠിക്കുന്ന കാലത്ത് സിനിമാ പാട്ട് പോലും ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ എല്ലാതും പറ്റും. അപ്പോൾ ആലു ഇതാ കളി കണ്ട് ആസ്വദിക്കുന്നുണ്ടെങ്കിലും ആലുവിൻ്റെ മനസ്സ് പുറത്താണ് കേട്ടോ. പുറത്ത് കാരണം ഒരു ഐസും വണ്ടി കണ്ടു. അപ്പോൾ കളി ഇവിടെ വന്നിരുന്നപ്പോഴേ തുടങ്ങിയിരിക്കണം നമുക്ക് ഐസ് വാങ്ങിയിട്ട് വന്നിട്ട് കാണാമെന്ന്. പക്ഷേ ഒരു 4-5 കളി കഴിഞ്ഞാൽ ഇനി പ്രസംഗമാണ്. അപ്പോൾ നമുക്ക് അത് തുടങ്ങുമ്പോൾ പോവാമെന്ന് പറഞ്ഞ് ഇങ്ങനെ അവളെ പിടിച്ച് നിർത്തിക്കുക കേട്ടോ. പൊതുവേ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും ചെന്നാൽ സീറ്റ് കിട്ടില്ല ഇരിക്കാൻ. പക്ഷേ ഇന്ന് സീറ്റ് കിട്ടിയപ്പോഴോ ആലൂനാണെങ്കിൽ ഐസും വാങ്ങാൻ പോകണം. അപ്പോൾ ഒരുവിധം അവളെ ഫോണൊക്കെ കയ്യിൽ കൊടുത്തുകാണ്ട് ഇരുത്തിക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കഴിയാൻ കാത്തുക്കുകയാണ് ഞങ്ങൾ ഐസ് വാങ്ങാൻ പോകാൻ. അങ്ങനെ കൂരിട്ട് ഇട്ടത്തിരുന്ന് കണ്ടത് ആലും ഇത് ഐസ് കഴിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞാണ്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും സ്കൂളിൽ തന്നെ കയറി. അപ്പോൾ ക്ലാസ് റൂം കണ്ടിട്ട് ആരും ആ ഗന്ധം വിട്ടിക്കുകയാണ് കേട്ടോ. നല്ല പൂക്കളും ചെടികളും ചക്കയും മാങ്ങയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്നും പഠിക്കുന്ന കാലത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആലുവിന് ഈ ബെഞ്ചമിൻ ഡെസ്കുമൊക്കെ കയറണം എന്ന് പറഞ്ഞിട്ട് അവൾ ഇതുമൊക്കെ കയറി വെക്കാം കേട്ടോ. ആലു ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്ലാസ് റൂമിലൊക്കെ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ താഴത്തുനിന്ന് ഇരിക്കാൻ വെച്ചായിട്ടാണ് പൈൻ്റെ മേലെ വീണുകാണ്ട് കാലടിച്ചാൻ വേണ്ടിയിട്ട് അവിടെ കയറി കുത്തിരിക്കും. ആലു ഇപ്പം ഒന്ന് ഇവിടെ ഒന്ന് കൂടുക തോന്നുന്നുണ്ട്. കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ കാലാകാലത്തിന് സ്കൂൾക്ക് വരൽ തന്നെ ആക്കരം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞിക്കുട്ടീനെ പരിചയപ്പെട്ടുകൊണ്ട് ആലു. അപ്പോൾ അവളായിട്ട് നല്ല പരിചയമുള്ള മാതിരി അവർ രണ്ടുപേരും സ്നേഹം കണ്ടാൽ അങ്ങനെ അവർ രണ്ടുപേരും കുറേ നേരമൊക്കെ കളിച്ചിട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹത്തോട് കൂടിയിട്ടാട്ടോ കളിക്കുന്നത്. അവസാനം പ്രസംഗം തീരാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ പോണ വഴിക്കൊരു മൃഗശാലയും വാങ്ങിയിട്ടാട്ടോ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോയത്. അപ്പോൾ നമ്മുടെ ആലുവിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ നമ്മളെ പേജും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.